നമസ്കാരം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ദുരൂഹതയേറുന്നു. അട്ടിമറി സാധ്യതകളുടെ സംശയങ്ങളാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്നത്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികൾ ടീച്ചറാണ്. നമസ്കാരം ടീച്ചർ. തൃശ്ശൂരിൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത്. വെടിക്കെട്ടിന് വേണ്ടിയിട്ട് സജ്ജീകരണത്തിനിടയിൽ പൊട്ടിത്തെറിക്കുകയുണ്ടായി. പക്ഷേ അതിൽ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളൊരു സംശയം പല ഇടങ്ങളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും അത്തരമൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാണ് ഒരു ഇന്നലെ തന്നെ ചാടിപ്പിടിച്ച് മാധ്യമങ്ങൾ അങ്ങോട്ട് പോയത് എന്ന് അറിയില്ല. അത്തരത്തിൽ പല സംശയങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം പ്രധാനമന്ത്രിയെ പോലും ഈ ചാണകത്തലയൻ എന്നൊക്കെ വിളിച്ചിട്ടുള്ള ചാനലുകളുണ്ട്. അവർ ഏത് രീതിയിലുള്ള കാര്യങ്ങളും ആയിട്ടും മുന്നോട്ട് പോകാൻ സർവാത്മന സജ്ജവുമാണ്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ? അല്ല, തൃശ്ശൂർ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ദുരന്തമാണ് തൃശ്ശൂർ നടന്നത്. നമുക്കതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും ഒരു കൃത്യമായ അന്വേഷണത്തിലൂടെ അല്ലാതെ ഒന്നും ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ പലവിധ സംശയങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകാം. ആളുകളായി ക്ഷേത്ര ഉത്സവങ്ങൾക്കെതിരെ ഇത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞിട്ട് തന്നെ ചിലരുടെയൊക്കെ ശബ്ദ മെയിലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വണ്ടി ഇടിച്ച് കയറ്റണമെന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു, അതായത് അത് എങ്ങനെയെങ്കിലും കലങ്കോലപ്പെടുത്തിയാൽ മാത്രം വരെ മരണനിരക്കുണ്ടാക്കണം എന്നൊക്കെ നിലയിലുള്ള അതിനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ പല ശബ്ദ മെയിലുകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതെല്ലാം വെറും കുട്ടിക്കളി മാത്രം ആയിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അവിടെയാണ് ഇന്നലെ നമുക്ക് തൃശ്ശൂർ നടന്നപ്പോ എന്തുകൊണ്ടെന്നറിയില്ല, ഇന്നലെ ഒരുവിധം പല മാധ്യമങ്ങളും ഇന്നലെ ഇതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് അവിടെ ചെന്നിരിക്കുന്നു. അവര് ചെന്നത് ഒരുപക്ഷെ വിവരം പുറത്തേക്ക് വാർത്ത എത്തിക്കാൻ വേണ്ടിയുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെയാകാം ചെന്നിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും അത് ആ വെടിക്കെട്ടുകളുടെ, തിരുവമ്പാടിയുടെ വെടിക്കെട്ടുകളുടെ ഷൂട്ടിംഗ് നടത്തി എന്നത് തന്നെയാണ് പറയുന്നത്. അവര് ഈ അപകടം നടന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ചെന്നപ്പോൾ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നെയാണ് അത് ഇട്ടത്. അപ്പോ ഒന്ന് അത്രയും സുരക്ഷ പാലിക്കേണ്ട ഒരു സ്ഥലത്ത് ആർക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലത്ത്, കാരണം ഇത് വളരെ അതിന്റെ എക്സ്പേർട്ടുകൾക്ക് മാത്രമേ അതിന്റെ സുരക്ഷയെ പറ്റി പൂർണ്ണമായിട്ട് അറിയുള്ളൂ. ഒരു സാധാരണക്കാരൻ അത് അറിയില്ല. അപ്പൊ അത്തരം ഒരു സ്ഥലത്ത് ഈ മാധ്യമങ്ങളൊക്കെ ഇന്നലെ കടന്ന് എല്ലാവരും ചെല്ലുമ്പോൾ എന്താ എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടായിരുന്നത്, അത് അത്തരം സംശയമാണ്. ഇപ്പൊ നമുക്ക് പൂരം വെടിക്കെട്ടിന്റെ സമയത്താണെങ്കിൽ അതങ്ങനെ ഇന്നലെ തന്നെ എല്ലാ മാധ്യമങ്ങൾക്കും അങ്ങനെയൊരു അതിന്റെ ഒരു വാർത്തയാക്കണം എന്ന് തോന്നിയത് എന്തുകൊണ്ട് അവരെ ഏതുവരെ അകത്തേക്ക് കയറ്റി. ഈ പിന്നെ അവിടെ പിന്നെ അങ്ങോട്ട് കൃത്യമായിട്ട് അവര് പ്രവേശനം ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ കടന്നോ? കാരണം ചെന്നവർക്കെല്ലാം ഒരുപക്ഷെ ഇതിനെപ്പറ്റി ശ്രദ്ധ മുഴുവൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ ആദ്യം ഓടിയെത്തിയത്. പിന്നെ ഈ ഷൂട്ടിങ്ങിന് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഇതിലൊക്കെ മറ്റേ ഐറ്റം അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഇതിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാകും. ഇനി അതല്ല, അതിനും അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. നടന്നിട്ടുണ്ടോ എന്ന് ഉണ്ട് എന്നല്ല നമ്മൾ ആരും പറയുന്നത്. അപ്പോ കൃത്യമായ ഒരു അന്വേഷണം ഇതിന്റെയൊക്കെ പുറകിൽ ആവശ്യമാണ്. ഇപ്പോ ഇന്ന് വിദഗ്ധ റിപ്പോർട്ട് വന്നു, ഇതുവരെ നമ്മൾ വെയിലാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വെയിലൊരു കാരണമല്ല എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ട് വരുന്നു. അപ്പോൾ എല്ലാം അന്വേഷിക്കട്ടെ. ഒന്നിന്റെയും തീരുമാനത്തിൽ എത്തിയിട്ടില്ല, ഒന്നും അത് തന്നെയാണ് എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ അനുഭവവും അല്ലെങ്കിൽ ഇതുവരെയുള്ള നമ്മുടെ അത്തരം പല സംഭവങ്ങളും നോക്കുമ്പോൾ എല്ലാ സംശയവും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആ സംശയമൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ അതിനെപ്പറ്റി ബന്ധപ്പെട്ടവരുടെ അറിയാവുന്നവരുടെ അന്വേഷണം നടക്കട്ടെ. നമുക്കത് തീരുമാനത്തിലെത്താൻ. കാരണം അത് ഒരു സംശയം തോന്നാൻ, അത് പ്രത്യേകിച്ച് നമുക്ക് സംശയം തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു ഗൂഢാലോചന, അതായത് ഒരു നിരന്തരമായി പല സംഭവങ്ങളും ഇങ്ങനെ പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നന്ദഗോവിന്ദം ഭജൻസിന്റെ പ്രശ്നം ഇന്നലെ വന്നു. അതിന് മുന്നേ കൃഷ്ണൻ, മന്തി കഴിക്കുന്ന കൃഷ്ണൻ വരുന്നു. TCS പ്രശ്നം വരുന്നു. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഒരു വളരെ പെട്ടെന്ന് തന്നെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതിന്റെ ഒടുവിലാണ് തൃശ്ശൂർ പൂരത്തിന്റെ അല്ലെങ്കിൽ തിരുവമ്പാടിയുടെ ഈ വെടിക്കെട്ട് പൂരയുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുന്നത്. എന്താ അത്തരം ഒരു കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ? സനാതന ധർമ്മത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ വ്യാപകം. ഈ വിവാദങ്ങളൊക്കെ അതിന്റെ പശ്ചാത്തലത്തിൽ വന്നത് തന്നെയാണ്. ഇവിടെ ക്ഷേത്ര ഉത്സവങ്ങളെ പല വിധത്തില്
തൃശ്ശൂർ പൂരത്തിനൊക്കെ തന്നെ പലപ്പോഴും അതിന്റെ നെഗറ്റീവ്സുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പല പല ഭാഗത്തും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോ കരി വേണ്ട, കരിമരുന്ന് വേണ്ട, അത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ട് ഒരു നൂറ്റാണ്ടിലധികമായി. ശ്രീനാരായണ ഗുരുദേവൻ ഇതിനോടൊപ്പം പറഞ്ഞ ധാരാളം കാര്യങ്ങൾ വേറെയുണ്ട്. അത് ഒരുപക്ഷെ ജന്തുഹിംസക്കെതിരെ, മാംസ ഉപയോഗത്തിനെതിരെ, അതിനേക്കാൾ ശക്തമായി മദ്യ ഉപയോഗത്തിനെതിരെ. അപ്പോ ഇതൊക്കെ അല്ല നമ്മൾ ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും പറയുമ്പോൾ മദ്യവും ഇപ്പോ കുഴിമന്തി വിവാദം വന്നപ്പോൾ പോലും ആരും ശ്രീനാരായണ ഗുരുദേവനെ കോട്ട് ചെയ്ത് നമ്മൾ കണ്ടില്ല. ഉണ്ണിക്കണ്ണന്റെ മുൻപിൽ മന്തി വിളമ്പിയപ്പോ പോലും ശ്രീനാരായണ ഗുരു ഇത് ജന്തുഹിംസ പാടില്ല എന്ന് പറഞ്ഞ നാടാണിത്, കൊല്ലാവൃതം ഉത്തമം, തിന്നാവൃതം അതിലും ഉത്തമം എന്ന് പറഞ്ഞ് അതൊന്നും ആരും ഓർത്തില്ല, ശ്രീനാരായണ ഗുരുവിനെ എടുത്തില്ല. പക്ഷെ ഇവിടെ ഇത് നമുക്ക് കാര്യം ഇതൊക്കെ അപകടമുള്ളത് വേണോ വേണ്ടയോ അത് അതിന്റെ ദിവസം ഒരുമിച്ചിരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇതൊക്കെ കുറച്ച് കാലമായിട്ട് ഇതൊക്കെ കരിമരുന്ന് മാത്രമല്ല ക്ഷേത്ര ഉത്സവങ്ങളെ തന്നെ വേണോ വേണ്ടയോ എന്നുള്ളത് പലരും അത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്യുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ പ്രചരിക്കുന്നുണ്ട് മദനിയുടെ പ്രസംഗത്തിന്റെ ക്ലിപ്പിംഗ്സ്. ഈ ഉത്സവങ്ങൾക്ക് എതിരെ ഇതൊക്കെ ആരുടെ നാടക മക്കളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉള്ള അതിന്റെ ക്ലിപ്പിംഗ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സംശയിച്ച് പോവുകയാണ്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ സംശയം അസ്ഥാനത്താകാം, തെറ്റായിരിക്കാം. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മളെ കൊണ്ട് അത്തരത്തിൽ ചിന്തിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെ അത് കൃത്യമായി തെളിഞ്ഞു വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പലരും പറയുന്നത്. തീർച്ചയായും. അതോടൊപ്പം ഒരു കാര്യം കൂടി ഇതുമായി ബന്ധമില്ല എങ്കിലും ചോദിക്കുകയാണ്. മനോരമ ഇന്നിപ്പോ ഒപ്പീനിയൻ പോളൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് നന്ദഗോവിന്ദം മനോരമ പത്രം, മനോരമ ന്യൂസ്. ഹലോ, കേൾക്കാവോ ടീച്ചർ? ഹലോ, മനോരമ ന്യൂസ് ഇന്ന് ഒപ്പീനിയൻ പോൾ ഇട്ടിട്ടുണ്ട്. ഒപ്പീനിയൻ പോൾ അതായത് നന്ദഗോവിന്ദം ഭജൻസ് ക്രിസ്തീയ ഭക്തിഗാനം ക്ഷേത്രത്തിൽ പാടിയത് കൊണ്ട് തെറ്റെന്താണ് എന്നുള്ള തരത്തിൽ, അതായത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും അത്തരത്തിലൊരു ഒപ്പീനിയൻ പോൾ ഇട്ടിട്ടുണ്ട് മനോരമ ന്യൂസ്. അപ്പൊ ഇതൊരു സംഘടിതമായ ഒരു നീക്കമാണെന്ന്, അതായത് ട്രാപ്പിലാക്കിയതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ ക്ഷേത്ര കാര്യങ്ങൾ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കാൻ പറ്റുമോ നമുക്ക്? തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ക്ഷേത്രം ഒരു പ്രയർ ഹോൾ അല്ല. ഒരു പ്രയർ ഹോൾ ആണെങ്കിൽ അത് വെറുതെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക് വന്നിരുന്നത്. ക്ഷേത്രം പ്രയർ ഹോൾ അല്ല. അവിടെ കൃത്യമായ ചടങ്ങുകൾ നടത്തേണ്ടത്, ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ചടങ്ങുകളുണ്ട്. അതാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത. അതാണ് അവിടെ നടക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പരിസരത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അവിടെ എന്തും ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല നമുക്ക്. അവിടെ മതേതരത്വം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതൊന്നും കേന്ദ്രമല്ലത്. മതേതരം അതിന്റെ ധർമ്മം അല്ലെങ്കിൽ മതേതരമല്ലേ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് അത് എന്തും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഈ വിഷയം വന്നപ്പോൾ ചോദിച്ചൊരു കാര്യമുള്ളൂ. ഇപ്പൊ സദസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിന്റെ ഇപ്പോഴത്തെ നമുക്ക് പൊതുവൊരു രീതി നോക്കുമ്പോൾ കേരളത്തില് നല്ലൊരു ശതമാനം മദ്യപാനികളുണ്ട്, ഉറപ്പാണല്ലോ. അപ്പോ അവിടെ ആ വന്നതിനും പൈസ കൊടുത്തതിലും ചിലപ്പോൾ മദ്യപാനികൾ കാണും. അപ്പൊ അവരാവശ്യപ്പെട്ടാൽ അടിച്ചങ്ങ് പൂസായി കുടിച്ചങ്ങ് മാറായി എന്നാണ് പാട്ട് അവിടെ പാടുക, ഇല്ലല്ലോ. അപ്പൊ അത് സദസ്സിന്റെ ആഗ്രഹത്തിനനുസരിച്ച് വാല് തലയെ ആട്ടുക എന്നുള്ളതിനോട് അത്ര ഒരു യോജിപ്പ് തോന്നുന്നില്ല. ക്ഷേത്രത്തിലാകാവുന്നതാണ് ആകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാരണം ഇത് മാധ്യമങ്ങൾ തന്നെയാണ് ഈ വിഷയം വഷളാക്കിയത്. കാരണം അഭിനന്ദന പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതേ മനോരമയാണ്. അഭിനന്ദന പ്രവാഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇനി ബാക്കിയുള്ള ബജറ്റ്സ് എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? അഭിനന്ദന പ്രവാഹം കിട്ടാൻ വീണ്ടും ഇതുകൊണ്ട് അഭിനന്ദന പ്രവാഹം എന്ന് കിട്ടുമ്പോൾ നാളെ കാരണം എല്ലാവർക്കും വേണ്ടത് പേരും പ്രശസ്തിയും വേദികളുമാണല്ലോ. കൂടുതൽ വേദികൾ കിട്ടാനും അഭിനന്ദന പ്രവാഹം കിട്ടാനും ഇവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ഇവരിപ്പോ ഒരു പക്ഷേ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നവർ. അതുകൊണ്ടാണ് യജ്ഞാചരതയെ ശ്രേഷ്ഠ ആരാചരിക്കുന്നു, അത് ഉന്നതന്മാർ ആചരിക്കുന്നതാണ് ആചാരമായിട്ട് വരുന്നത്. അപ്പോ ഇവര് കുറച്ച് ഏറ്റവും മുകളിൽ നിൽക്കുമ്പോൾ അവരിങ്ങനെ ചെയ്യുകയും അവർക്ക് അഭിനന്ദന പ്രവാഹം കിട്ടുകയും എന്ന് പറയുമ്പോൾ എന്നാൽ ഞങ്ങൾക്ക് ഇത്തിരി കിട്ടിയാൽ കൊള്ളാം എന്ന് മറ്റുള്ളവർ കൂടി ചിന്തിക്കുമ്പോൾ നാളെ ഇതൊരു ആചാരം ആവില്ലേ? നമ്മളൊരു ഭജന പാടുന്നെങ്കിൽ നിർബന്ധമായ ഒരു ക്രിസ്തീയ ഭക്തിഗാനം ഒരു മാപ്പിളപ്പാട്ടൊക്കെ പാടിയാലാണ് അമ്പലത്തിലെ ഇപ്പൊ നമുക്ക് അങ്ങനെ കടന്നു വന്നാണല്ലോ ഈ അയ്യപ്പ പാട്ടിലെ വാവരും വെട്ടും തടവും അങ്ങനെയുള്ള പലതും ഒക്കെ. അതുപോലെ ചെറുതുകൂടി ഇനി കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണ്ട എന്നുള്ള സദുദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ജലദ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായും വളരെയധികം നന്ദി. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിന്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക്
10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.